ഞാൻ അവനോട് ചോദിക്കാടാ, ധൈര്യം ഉണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോവാ. ഈ പറയുന്ന ആൾക്കാരനെയൊക്കെ, ഈ പറഞ്ഞ് നിനക്ക് കയറ്റി തന്ന ആൾക്കാരനെ, ബാക്കിയുള്ളവരനെയൊക്കെ നീ ഇങ്ങോട്ട് കൊണ്ടുപോവാ. മൈ ഡാഷ് മോനെ ഷെരീഫെ, നാറി ഷെരീഫെ, പെണ്ണുങ്ങളുടെ അവിഹിതം പിടിക്കാൻ നടക്കണവനെ, ആണുങ്ങളുടെ അവിഹിതം പിടിക്കാൻ നടക്കണവനെ, കണ്ട ഡൈവോഴ്സായ എന്താ പറയുക, ഡൈവോഴ്സായ പെണ്ണുങ്ങളുടെ വാലും തൂങ്ങി നടക്കണ നായിൻ്റെ മോനെ. 5 യത്തീമക്കളെ പോറ്റുന്ന തള്ളേ, നീ ഒരു കാലത്തും നന്നാകാൻ പോകുന്നില്ല. നീ വല്ല അന്ന് നോമ്പിന് ആ ഷെരീഫിനെ കണ്ടിട്ട് നീ പൊരുത്തപ്പെടിച്ചിനല്ലോ. ചില ആൾക്കാർക്ക് സ്വഭാവം ഉണ്ടെന്നറിയാം, നോമ്പ് വരെ തെറ്റ് ചെയ്യും, എന്നിട്ട് നോമ്പിൻ്റെ അന്നൊരു പൊരുത്തപ്പെടിക്കൽ. അത് ഓരോരാളെ അടവാണ്. ഞാൻ ചില നല്ല മനുഷ്യരുടെ കാര്യം പറയുന്നട്ടാ, നോമ്പ് വരെ തെറ്റ് ചെയ്യുമെന്ന്. പക്ഷെ ഇവളങ്ങനല്ല, ഇവൾക്ക് നോമ്പും പെരുന്നാളൊന്നുമില്ല, അമ്പലും പള്ളിയൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെ ഇവള് പിന്നെ കാലകാലം തെറ്റന്നെ ചെയ്യും. എനിക്ക് നിന്നോട് പറയാനുള്ള എന്താണെന്നറിയോ, എൻ്റെ അക്ക മരിച്ച ആ സമയത്ത് തന്നെ സ്പോട്ടിൽ 10:30 എനിക്ക് വിളിച്ചിട്ടുണ്ട്. എൻ്റെ അക്കാക്ക് എന്തോ അസുഖമാണ്, വയ്യ. അതിൻ്റെ ഒരാഴ്ച ഇങ്ങോട്ട് നോക്ക് ഷെരീഫെ, ഇങ്ങോട്ട് നോക്ക്. ഒരാഴ്ച മുന്നേ എൻ്റെ ഇതേപോലെ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണ്. നിനക്ക് എന്തു ഓലൊക്കെ പറഞ്ഞിട്ടാണോ നീ സംസാരിക്കണേ? ഒരാഴ്ച മുന്നേ എന്നെ വിളിച്ചിട്ട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കടയിൽ ചെക്കൻ വിളിച്ചിട്ട് ഷാജിത്താത്ത ഇക്കൊക്കെ വീണു, വയ്യാണ്ട് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ സ്പോട്ടിൽ വണ്ടി എടുത്തിട്ട് 1500-2000 രൂപ എൻ്റെ നാട്ടിൽ നിന്ന് മുടക്കിയിട്ട് എൻ്റെ ഉമ്മാനെയും എൻ്റെ ചെറിയ കുഞ്ഞിനെയും ഞാൻ കൂട്ടിയിട്ട് ആ സ്പോട്ടിൽ എൻ്റെ അക്കാൻ്റെ അടുത്ത് എത്തിയ ആളാണ്. അത്രയ്ക്ക് ബന്ധാണ്, സ്നേഹമാണ് ഞങ്ങൾ തമ്മിൽ. എന്താടി അല്ലപ്പം നീ മാത്രമേ ഉള്ളൂ ഭയങ്കര സ്നേഹമുള്ള ആള്. എടി, ഈ ലോകത്ത് കല്യാണം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭയങ്കര സ്നേഹം തന്നെ. പക്ഷെ ഒരു ഇണക്കും പിണക്കെല്ലാം ആ ജീവിതത്തിലുണ്ടാവും. നിനക്കത് ഉണ്ടായെന്നെല്ലാം പറയും നിൽക്കുന്നു. പക്ഷേങ്കിൽ ഇങ്ങനെ ഒരു ഭർത്താവ് മരിക്കാൻ മാത്രമില്ല പിണക്കെന്താന്ന് ഇതുവരെ അറിയില്ല. ഇതുവരെ ഷെരീഫ് ഇങ്ങനെ പുറത്ത് വിടുന്നല്ലാണ്ട് അതൊരിക്കലും നീ സമ്മതിക്കുന്നില്ല. അപ്പം നിൻ്റെ കൈമേൽ വന്ന തെറ്റിന് നിൻ്റെ ഭർത്താവ് മരിച്ചതാണ്. ഉണ്ടെങ്കിലും എന്തടി ഉണ്ടെങ്കിലും ഷാജി ആ 11 മണിയാകുമ്പോഴേക്കും ആ നാട്ടിലെത്തിയിട്ടുണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവറിനെ വിളിച്ചിട്ട്. എന്നിട്ട് ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ ഇക്ക വെറുതെ എന്നെ പറ്റിച്ചതാണ്. എങ്ങനെ എൻ്റെ സ്നേഹം ഒന്ന് അളക്കാൻ നോക്കിയതാണ്. മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നത്തെ കഥയിട്ടാ ഞാൻ പറയുന്നത്, നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവള് പറയുന്നട്ടാ, ഇവളെ സ്നേഹം അളക്കാൻ നോക്കിയതാ പോലും. അപ്പം ഭർത്താവിനെയും വെച്ചിട്ട് മറ്റുള്ള ആൾക്കാർക്ക് സ്നേഹം നീ കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് ആ സ്വന്തം ഭർത്താവിന് എത്രത്തോളം സ്നേഹം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി അളന്നു നോക്കിയതായിരിക്കും. നീ എന്നെ എല്ലാ ശരികളും വിളിച്ച് പറയുന്നുണ്ടല്ലോ, അളക്കാൻ വേണ്ടി നോക്കിയതാണ്. അപ്പൊ അവർക്ക് ഏകദേശം മരണം അടുത്തിട്ടുണ്ട്. അത് പടച്ചോനും അവർക്ക് മാത്രമേ അറിയുള്ളൂ, നമുക്കറിയില്ല. ഈ ദുനിയാവിൽ എങ്ങനെ മരണം, ഒരേ ഒരു വിഷയം, നിനക്കൊക്കെ അറിയാത്ത ഒരേ ഒരു വിഷയം, മരണം എന്നാ ജനനം എന്നാന്ന് ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല. ബാക്കി ലോകത്താർക്കും അറിയാത്തൊരു കാര്യം ഷാജി പറഞ്ഞു. കാരണം ജനനെപ്പാണ് മരണപ്പാന്ന് ഒരിക്കലും ഒരാൾക്കും പറയാൻ പറ്റൂലെന്ന്. പക്ഷേ നിനക്കൊന്ന് തെറ്റിപ്പോയടി. ഇപ്പോഴത്തെ കാലത്ത് ജനനം വേഗം നിശ്ചയിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ സിസേറിയനിലാകുന്നവർക്ക് ഡോക്ടർമാർ ഇന്ന ഡേറ്റ് കൊടുക്കുന്നില്ലേ. പക്ഷെ നീ പറഞ്ഞാൽ ഒന്ന് ശരിയാണ്, മരണം ആർക്കും പിടിക്കാൻ കിട്ടില്ല, അത് പടച്ച റബ്ബിനെ മാത്രം. പക്ഷേങ്കിൽ നിൻ്റെ ഹസ്ബൻഡ് ചെയ്ത പോലെ സൂയിസൈഡ് ചെയ്യുന്നവർക്ക് മരണം നിശ്ചയിക്കാൻ പറ്റും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. എന്ത് കൊണാപ്പ് വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കാം. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇക്കാനെ കണ്ടു. ഇക്കാക്ക് കുഴപ്പമൊന്നുമില്ല, ആള് സെറ്റാണ്. അന്നൊരു ചിരിയും ചിരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നതാണ്. എൻ്റെ മോനെ കൊണ്ട് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൻ്റെ അടുത്താണ് 4 മാസമായിട്ട് താമസിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷെരീഫെ മോനെ ഇവിടെ നോക്കിട്ടാ. ഒരാഴ്ച ഞാൻ എൻ്റെ മോനെ LKG ചേർത്തിട്ട് ഞാൻ വല്ല വർക്കിനും പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്കാൻ്റെ സമ്മതത്തോടെ കൂടിയിട്ട് ഇവിടെ നോക്കിക്കോ, ഞാനൊരു കടയിൽ വർക്കിന് പോകണ്ടായിരുന്നു. രാവിലത്തെ പണികളൊക്കെ ഒരുക്കിയിട്ട് ഒരു പാത്രക്കടയിൽ അവിടെ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ എന്താ പറഞ്ഞാൽ ഈ 5 മക്കളുടെയും വാടകയും കാര്യങ്ങളും ഒരാളെ കൊണ്ട് പോറ്റാൻ പറ്റില്ല. മുതലാളിയായ ആൾ തൊഴിലാളിയായിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ 2000 പണി ചെയ്താലും 1000 രൂപ 500 രൂപ വാങ്ങുന്ന സ്വഭാവമാണ്. അപ്പം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ ഭയങ്കര പാടാണ്. കാരണം മക്കൾ വലുതായി വരിക, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്കിന് പോകാൻ തുടങ്ങി. അതുകൊണ്ട് എന്തായി, നീ വർക്കിന് പോകാൻ തുടങ്ങിയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിന്നെ ഏൽപ്പിച്ചിട്ട് അയാൾ 5 മക്കളെ നിന്നെ ഏൽപ്പിച്ചിട്ട് അയാൾ നേരത്തെ കാലത്തെ സ്ഥലം വിട്ടു.